ഹായ് ഗൈസ്, നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഓണക്കാലത്ത് മാത്രം ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് അറിയാം. എന്തായാലും നമ്മളെ നാട്ടിലൊക്കെ ഏറ്റവും നല്ലതായിട്ട് കണ്ടുവരുന്ന ഒരു പൂവാണ് കാക്കപ്പൂ. ഈ കാക്കപ്പൂ കാണുന്ന ഈ സ്ഥലം നിങ്ങൾ നോക്ക്, എത്ര നല്ല മനോഹരമായ സ്ഥലമാണ്. നോക്കിക്കോ. ഇതുപോലെ നാട് നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും പറയാണ്. നമ്മുടെ നാട് അതിമനോഹരമായിരുന്നു. ഈ പാറപ്രദേശമൊക്കെ കുറച്ച് വേനൽക്കാലമാകുമ്പം എല്ലാം ഇവിടെയൊക്കെ ഉണങ്ങി ചുരുണ്ടങ്ങനെ ഇരിക്കും. പക്ഷേ മഴക്കാലത്ത് നല്ല അണിഞ്ഞൊരുങ്ങിയൊരു സ്ഥലമാണിത്. രണ്ട് മഴ പെയ്യുമ്പോൾ തന്നെ ഫുള്ള് പച്ചപ്പെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഇവിടുത്തെ ഈ പാറയെല്ലാം നിങ്ങൾക്കൊന്ന് കാണിക്കണമെന്ന് തോന്നി, കാരണം അത്ര മനോഹരമാണ് നമ്മുടെ നാട്. നമ്മൾ പുറത്തെല്ലാം പോയിട്ട് ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പക്ഷെ അതിനാട്ടി നല്ല മനോഹരമാണ് നമ്മളെ നാട്. അല്ലെങ്കിൽ അതിൽ ഒട്ടും കുറവല്ല നമ്മുടെ നാട് എന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വെറും കാട്ടിലൂടെ വരുന്നതെന്ന്. ഇത് വലിയ കാടൊന്നുമല്ല, നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. വലിയ പാറയാണ്. ഇത് ഗവൺമെൻറ് സ്ഥലമാണ്. കുറച്ച് ഇപ്പം പതിച്ചു കൊടുത്തു. കുറേ പേരിൻ്റെ പേരിലാണ് ഉണ്ടായിരുന്നത്, പക്ഷെ ഇപ്പം എല്ലാം പതിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ മഴക്കാലമാണ്. മഴയൊക്കെ അത്യാവശ്യം വന്ന് പോയതേ ഉള്ളൂ. ഈ സമയത്താണ് ഞാൻ ഈ ക്യാമറ എടുത്ത് ഇങ്ങോട്ട് വന്നത്. മുന്നേ നീ കരയല്ലേ മനസ്സേ, നീ പിടയല്ലേ, നിൻ കണ്ണീർ തുള്ളിയിൽ ഞാൻ അലിഞ്ഞു പോകും. പൂമൊട്ടായി വന്നത്, പൂവായി വിരിഞ്ഞത്, നീ കണ്ട സ്വപ്നം മാത്രമാണ്. ഒക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഷൂട്ട് ഇവിടുന്ന് ചെയ്യാറുണ്ട്. ഫോട്ടോ എല്ലാം അധികം എവിടെയൊന്നും ഇടില്ല, എന്നാലും എൻ്റെ ക്യാമറയിൽ ഒരുപാട് ഫോട്ടോ ഉണ്ട്. ഒരു ഫാമിലിനൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നല്ല ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റിയ സ്ഥലമാണ്. പിന്നെ ഷോർട്ട് മൂവിയും എല്ലാം ചെയ്യുന്നവർക്ക് നല്ല ഒരു പാട്ട് സീനും അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി അടിപൊളിയാണ്. ആ കാണുന്നത് ടവറാണ് കേട്ടോ. ഇതൊന്നും എന്നും ഉണ്ടാവുന്നതല്ല കേട്ടോ, മഴക്കാലത്ത് മാത്രം ഉണ്ടാകുന്ന സാധനമാണ്. ഇനി നമ്മളെ നാട്ടിലെ ഒരുപാട് നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കണമെന്ന ആഗ്രഹമുണ്ട്. ഇനിയും വരും. അതുകൊണ്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.